നാച്ചുറോപ്പതി എന്ന് പറഞ്ഞിട്ട് കുറേ പേർക്ക് കോൺസെപ്റ്റ് അറിയില്ല. നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രഗ്ലെസ് മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരാളെ ഹീൽ ചെയ്യുക, ട്രീറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഹായ്, എൻ്റെ പേര് ശ്രേയ. ഞാൻ ഗുണ്ടൽപേട്ട എന്നാണ് വരുന്നത്. ഞാൻ പഠിക്കുന്ന കോഴ്സ് BNYS, ബാച്ചുലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ്, ജി മാദേഗൗഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിക്കുന്നത്. നാച്ചുറോപ്പതി എന്ന് പറഞ്ഞിട്ട് കുറേ പേർക്ക് കോൺസെപ്റ്റ് അറിയില്ല. നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രഗ്ലെസ് മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരാളെ ഹീൽ ചെയ്യുക, ട്രീറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ട് 5.5 വർഷമാണ്. 4.5 വർഷം വന്നിട്ട് നമ്മൾ പഠിക്കും, പിന്നെ 1 വർഷം ഇൻറ്റേൺഷിപ്പ് ആയിരിക്കും. നമ്മൾ ഓൾ ഓവർ ഇന്ത്യ വന്നിട്ട് നമുക്ക് ഇൻറ്റേൺഷിപ്പ് അവർ ഇട്ട് തരും. പിന്നെ നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മെഡിസിന് നമ്മൾ ഒരു മെഡിസിൻ ഇപ്പോൾ എല്ലാവരും അലോപ്പതി കൂടുതൽ ഉപയോഗിച്ചിട്ട് കൂടുതൽ സൈഡ് എഫക്ട്സ് ആയിരിക്കും ആകുന്നത്. പക്ഷേ നമ്മൾ ഈ നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ കുറച്ച് ലീസ്റ്റ് സൈഡ് എഫക്ട്സ് ആയിരിക്കും. അപ്പം നമ്മൾ ഇതിൽ റേക്കി, മഡ് തെറാപ്പി, അങ്ങനെ ക്രോമോതെറാപ്പി, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ വന്നിട്ട് നമ്മൾ ചെയ്ത് ഒരാളെ എങ്ങനെ ഹീൽ ചെയ്യണം എന്നുള്ളതാണ്. എൻ്റെ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് ഉണ്ട്. പിന്നെ ടീച്ചേഴ്സൊക്കെ ഫ്രണ്ട്ലി ആണ്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം നമുക്ക് കേരളക്കാർക്ക് ഇവിടുത്തെ കർണാടക ഫുഡ് പറ്റൂല എന്നുണ്ടാവും ഒരു ചിലർക്ക്. പക്ഷേ ഇവിടെ വന്നിട്ട് കേരള ഫുഡ്, കർണാടക ഫുഡ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് മെസ്സ് ഉണ്ട്. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നല്ലതാണ് എന്നൊക്കെ പറയാം.